ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ KTM വണ്ടി എടുത്താൽ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് ഇപ്പം ബാക്കി ബജാജിൻ്റെയൊക്കെ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ പീരിയോഡിക് സർവീസിന് ഇത്ര രൂപ മുടക്കിയാലും നമുക്ക് നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഫുള്ള് കമ്പ്യൂട്ടർ ബില്ലാണ്. പിന്നെ എങ്ങനെയാണ് ഈ കണക്ക് തെറ്റണതെന്നാണ് എനിക്ക് അറിഞ്ഞുകൊടുത്തത്. കാരണം ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഹോം ഷോപ്പിയൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സർവീസിന് ടൈമായി. അപ്പോൾ ഞാൻ ഷോറൂമിൽ പോയി നമ്മുടെ പീരിയോഡിക് സർവീസിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തു. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. അപ്പോൾ ഷോറൂം ഓപ്പൺ ആയ ഉടനെ പോയി വാങ്ങിച്ചു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്ന പീരിയോഡിക് സർവീസിൽ എന്തെല്ലാം മാറ്റണമെന്നും പിന്നെ ഷോറൂമിൽ നിന്ന് ഇത്രയും വാങ്ങിച്ചപ്പം എക്സ്ട്രാ ചാർജസ് അവർ എൻ്റെ നിന്ന് ഈടാക്കി. അതെന്താണ് കാരണമെന്നും കൂടെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് നമുക്ക് പീരിയോഡിക് സർവീസിന് മാറ്റേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അറിയാം ഓയിൽ നമ്മളെ 200 വരുന്നതെന്ന് പറഞ്ഞാൽ 7100 20W50 എന്ന സിന്തറ്റിക് ഓയിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1205 രൂപയാണ്. പക്ഷേ ഷോറൂമിൽ നിന്ന് പുറത്ത് 1200 രൂപയോളം വരും. പക്ഷേ ഷോറൂമിൽ 1150 രൂപയുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ഷോറൂമിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. ഇത് 1.5 ലിറ്ററാണ്. 200-നെല്ലാം ഈ സെയിം ആണ് വരുന്നത്. 390-ൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുതൽ വേണം. അതേപോലെ ഓയിൽ വ്യത്യാസമുണ്ട്. 10W അങ്ങനെ എന്തോ 10W ആണ് അതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 200-ന് 20W മതിയാവും. സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്പാർക്ക് പ്ലഗ് നമുക്ക് 7500-ൽ മാറ്റണമെന്ന് കമ്പൾസറി ഇല്ല. മിസ്സിങ് അല്ലെങ്കിൽ എന്തെങ്കിലും അതേപോലുള്ള കാരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയാൽ മതി. എന്നാലും ഒരു 7500 ആകുമ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 174 രൂപയാണ്. പിന്നുള്ളതെന്ന് പറയുമ്പോൾ നമ്മളെ ഫിൽറ്ററിൻ്റെ സാധനങ്ങൾ, അതായത് ഓയിൽ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ. അപ്പോൾ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് നമ്മളെ ഫ്യൂൽ ഫിൽറ്ററാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഓയിൽ ഫിൽറ്ററുണ്ട്, പിന്നെ നമ്മളെ എയർ ഫിൽറ്ററുണ്ട്. അപ്പോൾ ഇത് മൂന്നാണ് ഫിൽറ്ററിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ പീരിയോഡിക് സർവീസിൽ കോമൺ ആയിട്ട് നമ്മൾ എല്ലാ 7500 കിലോമീറ്റർ മാറേണ്ട മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് മെയിൻ്റെനൻസ്. ഇത് നമ്മളിപ്പോൾ ഒരു ഷോറൂമിൽ കൊടുത്ത് ചെയ്ത നോർമൽ പീരിയോഡിക് സർവീസിന് ഒരു 3500 ആ ഒരു റേറ്റ് വരും. എനിക്കിപ്പം ചെയിൻ സ്പ്രോക്കറ്റ് ഈ ഇടയ്ക്ക് മാറിയതുകൊണ്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇപ്പോൾ മെയിനായിട്ട് എനിക്കിപ്പോൾ നോർമൽ പീരിയോഡിക് സർവീസ് ചെയ്താൽ മതി. ഇതിന് മുമ്പത്തെ സർവീസ് ചെയ്തപ്പോൾ ഞാൻ നമ്മുടെ കോണുമ്പോളും റെഡിയാക്കി, നമ്മളെ സ്റ്റമ്പിൻ്റെ സീല് റെഡിയാക്കി, അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇപ്പം നിലവിൽ എനിക്ക് വലിയ പണിയൊന്നും ഇല്ല ഇതിൽ ചെയ്യാൻ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മളെ മെഷീൻ ടയറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബാക്ക് ടയർ എന്തുകൊണ്ടാണ് ഇതേപോലെ ത്രെഡ് ഒരു സൈഡ് മാത്രം കാണണമെന്ന്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കറിയാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ മെയിൻ പ്രോബ്ലം ഒന്നെങ്കിൽ വേറൊരു കേസ് ഈ സെയിം എക്സ്പീരിയൻസ് ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മളെ അലൈൻമെൻറ്റ്, ടയറിൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ലെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഈ രണ്ട് നെട്ട്, അതായത് നമ്മൾ ചെയിൻ ലൂബ് ചെയ്തതിന് ശേഷം ഇവിടെ ടൈറ്റ് കൂടുതലും ഇവിടെ ടൈറ്റ് കുറവും, അങ്ങനെ എന്തെങ്കിലും രണ്ടിടം ഒരേപോലെ നമ്മൾ ടൈറ്റ് ചെയ്യാതെയൊക്കെ വരുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ എന്തായാലും ടയർ തീർന്നതുകൊണ്ട് നമുക്കിതിന് ഇനിയിപ്പോൾ അലൈൻമെൻറ്റ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം പുതിയ ടയർ ഇടുമ്പോൾ നമുക്ക് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ആ വീഡിയോ കണ്ടവർക്ക് സൊല്യൂഷൻ എന്താണ് കാരണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ അലൈൻമെൻറ്റ് വ്യത്യാസം, അല്ലെങ്കിൽ ഇതേപോലെ രണ്ട് സൈഡ് നെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയില്ലെങ്കിലും ഇതേപോലുള്ള പ്രശ്നം വരും. പിന്നെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിലും വരും. പക്ഷേ എനിക്ക് അങ്ങനെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം. ഒന്നെങ്കിൽ ഇതേപോലെ ചെയിൻ ലൂബ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ചെയിൻ ടൈറ്റ് ചെയ്തപ്പോൾ ഇതേപോലെ രണ്ടിടം ഒരേപോലെ നെറ്റ് ടൈറ്റ് ചെയ്യാത്തതുകൊണ്ടാവാം. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പയ്യന്മാർ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ KTM വണ്ടി എടുത്താൽ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് ഇപ്പം ബാക്കി ബജാജിൻ്റെയൊക്കെ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ അതിലെല്ലാം ബജാജ് അല്ല മിക്ക വണ്ടിയിലും എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 5000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. പക്ഷേ KTMൻ്റെ കാര്യത്തിൽ 7500-ലാണ് സർവീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പീരിയോഡിക് സർവീസിന് ഇത്ര രൂപ മുടക്കിയാലും നമുക്ക് നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് മെയിൻ്റെനൻസ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല. കാരണം മറ്റുള്ള വണ്ടികൾ 5000-ൽ മുടക്കുമ്പോഴാണ് നമ്മൾ 7500-ൽ മുടക്കുന്നത്. 7500-ൽ മുടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ വണ്ടിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ 7500 എൻ്റേത് ഇനിയിപ്പോൾ ഒരു 300 സംതിങ് എന്തോ പെൻഡിങ് ഉണ്ട്. അതായത് 500 പെൻഡിങ് ഇട്ട്, അതായത് 7000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ സർവീസ് ചെയ്യാം. പിന്നെ നമുക്ക് വഴിയിലാവേണ്ട കാര്യം വരില്ല.
കാരണം നമുക്കിങ്ങനെ നോക്കിയറിയാം മിക്ക KTM അങ്ങനെ വഴിയിലാവാത്തതിൻ്റെ കാരണം ഇതാണ് മെയിൻ. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്താൽ ഒരു വണ്ടിയും വഴിയിലാവില്ല. അപ്പം പിന്നെ നമ്മൾ ഷോറൂമിൽ ചെയ്യുന്ന കേസ്, ഇതിനു മുമ്പ് ഞാൻ ഷോറൂമിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഷോറൂമിൽ ചെയ്താലുള്ള കേസ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എനിക്കെല്ലാം കൂടെ ടോട്ടൽ 2800 രൂപ ആയിട്ടുള്ളൂ. അതേസമയം നമ്മൾ ഷോറൂമിൽ ചെയ്താൽ GST ലേബർ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 3000-3500 എങ്ങനെ പോയാലും ആവും. പിന്നെ നമുക്കൊരു ഉറപ്പും വരില്ല. കാരണം നമ്മൾ വണ്ടി കൊണ്ട് കൊടുക്കുന്നു, അവിടെ ഇരിക്കുന്നു, അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കും അറിയാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമ്മളെ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് ആവും. പിന്നെ നമുക്ക് ലേബർ ചാർജും കാര്യങ്ങളെല്ലാം ലാഭിക്കാം. പക്ഷേ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ 3 സർവീസാണ് ഷോറൂമിൽ നിന്ന് ചെയ്തത്. ബാക്കി രണ്ടെണ്ണം പുറത്ത് ഒരു ചേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് ചെയ്ത്. ഇപ്പം 6ാമത്തെ സർവീസാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. 6ാമത്തെ സർവീസ് നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ പിന്നെ ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്ട്രാ ചാർജസ് ഈടാക്കി. ഷോറൂമിൽ നിന്ന് എക്സ്ട്രാ ചാർജ് എനിക്ക് എൻ്റെ നിന്ന് ഈടാക്കി. അത് എന്തിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് അർജൻറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സാധനം വാങ്ങിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം പറഞ്ഞ് 2850 എന്ന് പറഞ്ഞു. ഓക്കെ, പൈസ കൊടുത്തു. ഞാൻ തിരിച്ചു വന്ന സമയത്ത് തിരിച്ച് കുറച്ച് ദൂരം വന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ MRPs വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 1790 സംതിങ് 95 രൂപ എന്തോ വരുന്നുള്ളൂ. അപ്പം എന്തുകൊണ്ട് എനിക്ക് 60 രൂപയോളം എക്സ്ട്രാ എൻ്റെ നിന്ന് ചാർജസ് ഈടാക്കി? അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ചോദിച്ച് ഇങ്ങനെ ബില്ല് കിട്ടിയില്ലായിരുന്നു, ബില്ല് വേണമായിരുന്നു. കാരണം ഇതേപോലെയുള്ള വണ്ടികൾ, KTM പോലെയുള്ള വണ്ടികൾ നമ്മൾ സെക്കൻഡ്സ് എടുക്കുമ്പോൾ മെയിനായിട്ട് സർവീസ് ഹിസ്റ്ററിയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെയുള്ള വണ്ടികളിൽ 3 സർവീസ് മാത്രമേ നമ്മൾ ഷോറൂമിൽ ചെയ്യുന്നുള്ളൂ. അപ്പം ബാക്കി സർവീസ് നമ്മൾ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും എവിഡൻസ് നമ്മളിൽ വേണം. ഒന്നെങ്കിൽ മാറിയ സാധനങ്ങൾ, അല്ലെങ്കിൽ മാറിയ സാധനങ്ങൾ വാങ്ങിച്ച ബില്ല്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. എന്നാലേ പുതിയൊരു കസ്റ്റമർ വണ്ടി എടുക്കാൻ വരുമ്പോൾ അയാൾക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ സർവീസ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബില്ല് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ MRPയിൽ എല്ലാ പ്രൈസും അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു MRPയിൽ അടിച്ച പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര രൂപ വരുന്നുള്ളൂ, എൻ്റെ നിന്ന് വാങ്ങിച്ച പൈസ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൂട്ടി നോക്കിയപ്പം ശരിയാണ്, 50 സംതിങ് അല്ലെങ്കിൽ ഒരു 60 രൂപയോളം ഇങ്ങോട്ട് തരാനുണ്ട്. പറയുമ്പോൾ എമൗണ്ട് കുറച്ചാണ്, എന്നാൽ പോലും ഒരാളെ നിന്ന് ഇങ്ങനെ 50 രൂപ അങ്ങനെയൊക്കെ ഇതേപോലെ. കാരണം ഫുള്ള് കമ്പ്യൂട്ടർ ബില്ലാണ്. പിന്നെ എങ്ങനെയാണ് ഈ കണക്ക് തെറ്റണമെന്നാണ് എനിക്ക് അറിഞ്ഞുകൊടുക്കുക. കാരണം നമ്മൾ ഒരു മുറുക്കം കടയിൽ പോയാൽ പോലും ഈ ചില പ്രായമായിട്ടുള്ളവർ ഇരിക്കുന്നത് വരെ കറക്റ്റായിട്ട് കൂട്ടിയവർ തരും. അതേസമയം ഇതേപോലെ ഒരു KTM ഷോറൂമിൽ സിസ്റ്റവും ബില്ലിംഗ് സെറ്റപ്പും എല്ലാം ഉണ്ടായിരുന്നിട്ട് ഇത്രത്തോളം 1 രൂപ 2 രൂപ അല്ല, ഒരു 50 രൂപയോളം 50 രൂപ കൂടുതൽ വാങ്ങിച്ച്. അപ്പോൾ അതിൻ്റെ കാരണമാണ് എനിക്ക് പിടികിട്ടത്. അവർ അറിഞ്ഞുകൂടാതെയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാം. പിന്നെ എനിക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പം ഞാൻ നമ്പർ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് തന്ന്. ചിലവരിത് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഞാൻ ഇതേപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ അബദ്ധം എനിക്ക് മനസ്സിലായത്. അതായത് ഒരു 50 രൂപയോളം ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പം എന്താണ് റീസൺ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് മുമ്പ് ഞാൻ ഷോറൂമിൻ്റെ ഇതേപോലെ ഓരോ അവസ്ഥകളും പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഷോറൂമിൽ പോകുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് സാധനം ചെക്കും ചെയ്യുക, റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങളിൽ നിന്ന് വാങ്ങുന്ന പൈസ കറക്റ്റ് ആണോ എന്ന് നോക്കുക. എല്ലാം മൊത്തത്തിൽ അലേർട്ടായിട്ടിരിക്കുക, ഇല്ലെങ്കിൽ ഇതേപോലത്തെ പണികൾ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ പീരിയോഡിക് സർവീസിൽ എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നുള്ളതും പിന്നെ ഇതേപോലെ എക്സ്ട്രാ ചാർജസ് ഈടാക്കിയതിനെ പറ്റിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ വിളിക്കുക. അപ്പം സ്റ്റേ ട്യൂൺഡ്. ബൈ. ഇറ്റ്സ് മീ ഹോം സർവീസ്.